ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ മറ്റൊരു ദിവസമാണ്. ഇന്നത്തെ ടോപ്പിക് വളരെ ക്രിയാത്മകമായ ഒരു വിഷയമായിട്ട് നമുക്ക് പറയാം. ലിവിങ് എവൈക്ക്. നമ്മളെല്ലാവരും എവേക്കൻ സ്റ്റേറ്റിലാണ്. പക്ഷേ പലപ്പോഴും നമ്മളെ പലപ്പോഴും നമ്മുടെ നിമിഷങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഓരോ നിമിഷവും അറിഞ്ഞ് ഒരു മൈൻഡ്ഫുൾനെസ്സിൻ്റെ തലത്തിലൂടെ പോകാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഈ ടൂൾ മൈൻഡ്ഫുൾ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ലിവിങ് എവൈക്ക് ഈ വിഷയമാണെന്ന് ആന്റണി സാറിനോട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാം സാർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. ഇന്നിപ്പോൾ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വന്നതിന് അല്ലെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനും പ്രത്യേകം നന്ദി. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ലിവിങ് അവേക്ക്, എ ജേർണി ഇൻ ടു ദി മൈൻഡ്ഫുൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ്. നമ്മൾ കോൺഷ്യസിനെ കുറിച്ച് നമ്മൾ 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു പഠനം എന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് മൈൻഡ്, സെൻസ് ഓർഗൻസ്, ബ്രെയിൻ ആൻഡ് ഈഗോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഒരു 5% മാത്രമേ നമ്മൾ കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിക്കുന്നുള്ളൂ. ഇതൊരു ഇന്റർഫേസ് ആണ്. നമ്മളുടെ മനസ്സും അതുപോലെ തന്നെ നമ്മളുടെ ബോധ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ ആ പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുന്നത്. സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായത്തില് നമ്മളുടെ മനസ്സെന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഏകദേശം 10% ഉള്ളൂ. ഒരു ഐസ്ബർഗിന്റെ 90% വെള്ളത്തിലായിരിക്കുന്നത് പോലെ അൺകോൺഷ്യസും സബ് കോൺഷ്യസുമാണ് നമ്മുടെ മനസ്സിന്റെ 90%. അതുപോലെ തന്നെ നമ്മളുടെ അനുദിന ജീവിതത്തിലെ തീരുമാനമെടുക്കുന്നത് 95% തീരുമാനങ്ങളും ഉപബോധ മനസ്സും അതുപോലെ അവബോധ മനസ്സിന്റെയും പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. 5% നമുക്ക് ഒരു കോൺഷ്യസ് ലെവലിൽ നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. ഇതെന്താണ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചോദിച്ചാല് മനഃശാസ്ത്രം പറയുന്നത് അനുസരിച്ച് നമ്മൾ എന്ത് അറിയുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മളുടെ അനുഭവങ്ങൾ എന്നുള്ളത്, അതെല്ലാം കോൺഷ്യസ്നെസ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നു, അങ്ങനെ നമ്മൾ ഏതെല്ലാം തരത്തിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും നമുക്ക് ബാഹ്യമായി നമുക്ക് കിട്ടുന്ന ആ ഇൻപുട്ടുകളിൽ നിന്ന്, ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നമ്മളുടേതായിട്ടുള്ള ആ മനസ്സിൽ തന്നെ ഉപബോധ മനസ്സിന്റെയോ അവബോധ മനസ്സിന്റെയോ അതുപോലെയുള്ള നമ്മളുടെ ആ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വൈകാരികവും മാനസികവുമായിട്ടുള്ള ആ ചിന്തകൾ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ സ്വാധീനവും നമ്മളുടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ബാഹ്യമായിട്ട് അല്ലെങ്കിൽ ആന്തരികമായിട്ട് തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ അറിയുന്നു, നമ്മൾ ഈ നിമിഷത്തിൽ എന്തൊക്കെ അറിയുന്നു, നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ അനുഭവങ്ങൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒന്നുണ്ട്, നമ്മളുടെ തിരഞ്ഞെടുപ്പിന്റെ. ആ ഫ്രീ വിൽ എന്ന് പറയുന്നതും ഈ കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗമായിട്ടാണ് പലരും പറയുന്നത്. എന്നാൽ റോബർട്ട് സഫലോസ്കി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആണ്, അദ്ദേഹം പറയുന്നു ഫ്രീ വിൽ ഇല്ല എന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് സ്വതന്ത്രമായ ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ശക്തി ഇല്ലെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ 95% നമ്മുടെ തീരുമാനങ്ങളും എടുക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ, വെറും 5% മാത്രമാണ് നമുക്ക് അനുദിന ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന നമ്മളുടെ ആ തിരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഫ്രീ വില്ലിന്റെ അത് വളരെ നാമമാത്രമാണെന്നും അങ്ങനെ മനുഷ്യർക്കില്ല എന്നും വാദിക്കുന്നവരുണ്ട്. അതല്ല, നമുക്ക് ഫ്രീ വില്ലുണ്ടെന്ന് വാദിക്കുന്നവരുണ്ട്. ഞാനിപ്പോ കടന്നു പോകുന്ന നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതിനു മുമ്പിലത്തെ ആഴ്ചയിൽ നമ്മൾ അൺകോൺഷ്യസിനെ കുറിച്ച് പറഞ്ഞു.
അതിനുശേഷം നമ്മൾ മെമ്മറി അവയർനെസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് സെൻസറി അവയർനെസ് ആണ്. അതായത് നമുക്ക് മൊമെന്റ് ടു മൊമെന്റിൽ നമുക്ക് കിട്ടുന്ന സെൻസറി അവയർനെസ്സിനെ കുറിച്ചുള്ളതാണ് അത്. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് മൈൻഡ് കഴിഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡ് കഴിഞ്ഞു. ഇന്ന് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്. എന്താണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഷ്യസ് മൈൻഡിന് ഏതെല്ലാം തരത്തിലാണ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ കോൺഷ്യസ് മൈൻഡിനെ എപ്രകാരം നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് വരുകയുള്ളൂ. കാരണം ഞാൻ മുമ്പ് ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 95% തീരുമാനങ്ങളും സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഊർജമാണ്. ഈ ഊർജം എപ്പോഴും നമ്മളുടെ ഹാബിറ്റുകള് അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകള്, നമ്മളുടെ മറ്റതുപോലെയുള്ള ഡിസ്ട്രാക്ഷൻസ്, അതുപോലെ തന്നെ നമുക്ക് പ്രസന്റ് മൊമെന്റുമായിട്ട് നമ്മളെ വിച്ഛേദിക്കുന്ന ആ രീതികളെല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലാണ്. അതായത് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. മൈൻഡ്ഫുള്ളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ജീവിക്കാം, ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത് എന്താണ്? കോൺഷ്യസ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ആ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് പുറത്തു വന്ന് കൂടുതൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കണ്ടെത്തുന്നതിന് നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ അത് സാധിക്കും. മനുഷ്യർക്ക് മാത്രമേ ഈ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കോൺഷ്യസ് ആകാൻ പറ്റുള്ളൂ. മൃഗങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പക്ഷിമൃഗാദികളൊക്കെ അവര് ആയിരിക്കുന്ന അവസ്ഥയിൽ കോൺഷ്യസ് ആണ്. അവരെന്തായിരിക്കുന്നോ അത് കോൺഷ്യസ് ആയിട്ട് അവർക്ക് അറിയാൻ പറ്റും. ഉദാഹരണം, തണുപ്പാണെങ്കിൽ അവർക്ക് തണുപ്പാണ്, അല്ലെങ്കിൽ ചൂടുള്ളപ്പോൾ ചൂടാണ്, അല്ലെങ്കിൽ വിശക്കുമ്പോൾ അവർക്ക് വിശപ്പാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപബോധ മനസ്സിന്റെയും അതുപോലെ അപബോധ മനസ്സിന്റെയും ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ മൊമെന്റിലേക്ക് അവന് വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷെ മനുഷ്യർക്ക് മറ്റൊരു കഴിവുള്ളത് കോൺഷ്യസ് ആയിട്ട്, അതായത് മനഃപൂർവ്വം എന്ന് വേണേൽ പറയാം, നമുക്ക് കോൺഷ്യസ് ആകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, എന്താണ് കോൺഷ്യസ്നെസ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. അതായത് നമ്മൾ ഇപ്പോഴുള്ള നമ്മളുടെ അസ്തിത്വത്തിന്റെ ഈ നിമിഷത്തിൽ നമ്മൾക്ക് ചുറ്റും അനുഭവപ്പെടുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നതോ, ഇങ്ങനെയുള്ള എല്ലാത്തിനെ കുറിച്ചുമുള്ള നമ്മളുടെ ആ അവയർനെസ്സിനെ നമുക്ക് പറയാം. അത് വികാരങ്ങളാകാം, ചിന്തകളാകാം, നമ്മളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും തരത്തിൽ, ഇപ്പൊ മഴ പെയ്യുന്നെങ്കിൽ ആ മഴയെക്കുറിച്ചുള്ള അനുഭവങ്ങളാകാം, അതല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്ന കാലത്ത് നമ്മുടെയൊക്കെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂടാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ മാനസികമോ വൈകാരികവുമായിട്ടുള്ള ആ ചിന്തകൾ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സംവേദനങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് നമ്മൾ അറിയുന്നതാണ്. സോ നമ്മൾക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ എന്ത് അനുഭവപ്പെടുന്നു, എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കോൺഷ്യസ്നെസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത്, എന്തുകൊണ്ടാണ് ഈ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാവരും കോൺഷ്യസ് ആണെന്ന് നമ്മൾ പറയും. നമ്മൾ ഉറക്കത്തിൽ എന്താണ്, നമുക്ക് പ്രധാനമായിട്ട് രണ്ട് സ്റ്റേജ് ഉണ്ട്. അതായത് ഒന്ന് ഉറക്കം, അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന അല്ലെങ്കിൽ ജാഗ്രത അവസ്ഥ എന്ന് പറയാം. പക്ഷേ ഈ ജാഗ്രത അവസ്ഥയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് എന്തിനാണ് നമ്മൾ? അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നമ്മളെ എങ്ങനെ ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മളുടെ എക്സ്പീരിയൻസുകളെല്ലാം എല്ലാ തരത്തിലുള്ളതും, അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ പെയിന്, അതേക്കുറിച്ചുള്ള ആ ചിന്ത, അനുഭവങ്ങള്, നമ്മുടെ പ്രകടനങ്ങൾ, നമ്മളുടെ എമ്പതി, അല്ലെങ്കിൽ കരുണ, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ചിന്ത, എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മൾക്ക് ഈ മൊമെന്റിൽ നമ്മൾക്ക് കിട്ടുന്നത് അതാണ്. അതിന് വളരെ സുപ്രധാനമായ ഒരു പങ്ക് കോൺഷ്യസ്നെസ് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ എല്ലാ അനുഭവങ്ങളുടെയും അടിസ്ഥാനം, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ സംഭവിക്കുന്ന എന്തിനെ കുറിച്ചും നമ്മൾ അറിയുന്നു. നമ്മൾ എന്താണ്, കാരണം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ
ഞാൻ പറഞ്ഞു 95% നമ്മളുടെ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഇടപെട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് നമ്മൾ കോൺഷ്യസ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ എക്സ്പീരിയൻസ് എന്താണോ അതിനെ പൂർണ്ണമായിട്ടും അറിയുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് അറിഞ്ഞെന്ന് വരികയില്ല. അപ്പോൾ നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പെർസെപ്ഷൻ ഇല്ല, അതുപോലെ തന്നെ നമുക്ക് ചോയ്സ് ഇല്ല, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല. നമുക്ക് വളരെ യാന്ത്രികമായി നമ്മൾ ജീവിച്ചു പോവുകയുള്ളൂ. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചിന്താഭാരത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ സബ് കോൺഷ്യസിന്റെയും അൺകോൺഷ്യസിന്റെയും പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ അതിന്റെ ആ ഇൻഫ്ലുവൻസിലാണ്. ഇപ്പൊ ഒരു കാറ്റിൽ പറക്കുന്ന ഒരു കരിയിലയ്ക്ക് അതിനൊരിക്കലും അതിൻ്റെതായിട്ടുള്ള എവിടെ നിൽക്കണം അല്ലെങ്കിൽ എവിടെ വീഴണം എവിടെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അതിന് തീരുമാനിക്കാൻ പറ്റിയല്ല, വെറുതെ നിലത്ത് കിടക്കുന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ചിന്തകളുടെ ലോകത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ പെർസെപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല. നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമുക്ക് വലിയ പങ്കില്ലാതെ വരും. പിന്നെ അടുത്തത് നമ്മൾ എന്തായിരിക്കുന്നു അല്ലെങ്കിൽ ആ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് കോൺഷ്യസ്നെസ്സിലൂടെയാണ്. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങളുടെ ഒരു സ്റ്റോറേജ് തന്നെ അല്ലെങ്കിൽ ഒരു മെമ്മറി അത് ബ്രെയിനിലുണ്ട്. പക്ഷെ ആ ബ്രെയിൻ നമുക്ക് തരുന്നത് ഒരു റോ ഡേറ്റയാണ്, ഒരു ഓർമ്മയായിട്ടേ വരുന്നുള്ളൂ. പക്ഷെ ആ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ റോ ഡേറ്റയെ നമ്മൾക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതാണ് പ്രത്യേകിച്ച് നമ്മളുടെ മീനിങ് ഓഫ് ലൈഫിനെ കുറിച്ച് വരുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം, നമുക്ക് റൊമാൻസ് ഫോർ എക്സാമ്പിൾ അത് വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള അനുഭൂതികൾ അല്ലെങ്കിൽ നമ്മളുടെ ഭാവനകൾ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വരുന്നതും അതുപോലെ തന്നെ ഇത് മാത്രമല്ല നമ്മളുടെ റിയാലിറ്റി, ഈ മൊമെന്റിലുള്ള റിയാലിറ്റിയെ കുറിച്ച് കൂടുതൽ അതായത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി അനുഭവിക്കുന്നതിന് നമുക്ക് കോൺഷ്യസ്നെസ്സിന് വലിയൊരു റോളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഈ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ കം ഔട്ട് ഓഫ് അവർ ഇല്യൂഷൻ. നമ്മളുടെ ഫാന്റസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കവികളോ കലാകാരന്മാരുടെ ഫാന്റസിയെ കുറിച്ചല്ല, അല്ലെങ്കിൽ അതുപോലെയുള്ളതല്ല. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ വെറും ഫാന്റസിയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ വ്യക്തി ബന്ധങ്ങളില് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളില് അല്ലെങ്കിൽ നമ്മളുടെ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നമ്മൾ കരുതി അല്ലെങ്കിൽ തെറ്റായിട്ടോ അല്ലെങ്കിൽ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന അതിൽ നിന്നൊക്കെ ആ ഇല്യൂഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. പിന്നെ നമുക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ശരിയായിട്ടുള്ള ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കോൺഷ്യസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമുക്കിപ്പോൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മതപരമായി സെക്കുലർ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാകുന്നത് നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആ ചോയ്സ്, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ, നമ്മൾ ഒന്നിനോടും ബയസ്ഡ് ആകാതെ നമ്മൾ നമ്മുടേതായ ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആകണം. അതല്ലെങ്കിൽ നമ്മൾ ആവർത്തിതമായിട്ടുള്ള മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ്, അത് രാഷ്ട്രീയമാകാം, സാമുദായികമാകാം, സാംസ്കാരികമാകാം, മതപരമാകാം, ഇങ്ങനെയുള്ളതൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ യഥാർത്ഥത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം നമ്മളുടെ കോൺഷ്യസ്നെസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ആ സെൽഫ് റിഫ്ലക്ഷൻ, ഇൻട്രോസ്പെക്ഷൻ, ഹു ആം ഐ അല്ലെങ്കിൽ വാട്ട് ആം ഐ അല്ലെങ്കിൽ വാട്ട് ഐ ആം ഡൂയിങ് അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് മാറ്റേഴ്സ് ഫോർ മീ എന്നൊക്കെയുള്ള നമ്മളുടെ ഒരു ചിന്തകളുണ്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടും കോൺഷ്യസ്നെസ്സിന് വലിയൊരു റോൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ നമ്മളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് കോൺഷ്യസ്നെസ് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനൊരു വലിയൊരു റോള് കോൺഷ്യസ്നെസ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മൾ കോൺഷ്യസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അൺകോൺഷ്യസിന്റെ ആ ലൂപ്പിലാണ്. ഉദാഹരണം, ഡിപ്രഷൻ ഉള്ളവര്, ആങ്സൈറ്റി ഉള്ളവര്, അല്ലെങ്കിൽ അഡിക്ഷൻ ഉള്ളവര്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നമുക്ക് പറയാൻ പറ്റും അവർ അൺകോൺഷ്യസ് ആണെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അവർ അതേക്കുറിച്ച് അവെയർ അല്ല എന്ന് നമുക്ക് പറയാം. ദേ ആർ നോട്ട് കോൺഷ്യസ് അബൌട്ട് ദംസെൽസ്. ഒരു സെൽഫ് പെർസെപ്ഷൻ ഇല്ല.
അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പലപ്പോഴും നമ്മൾ വരുന്ന ആ ചിന്തകൾ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ റിയാലിറ്റി, ഡിപ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ, ആങ്സൈറ്റി, അഡിക്ഷൻസ് അല്ലെങ്കിൽ വറീസ്, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം വരുന്നത് നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റൂട്ട് മനസ്സിലാക്കാനും കുറെ കൂടി ജാഗ്രതയോടുകൂടി റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, നമ്മളുടെ സാമൂഹ്യമായ ബന്ധങ്ങളിൽ കോൺഷ്യസ് ആകണമെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള എന്താണ് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങൾ, നമുക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം, എമ്പതി, ലവ്, കമ്പാഷൻ, ഇമോഷണൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കുറെ കൂടി ആഴപ്പെടുത്തുന്നത് കോൺഷ്യസ്നെസിന്റെ പ്രവർത്തനം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ശക്തി കൊണ്ടാണ്. പിന്നെ നമ്മളുടെ സഫറിങ്, നമ്മളുടെ ആ വേദനകൾ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈവൻ നമ്മളുടെ പെയിനെ കുറിച്ച്, നമുക്ക് കൈയിലോ കാലിലോ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ പോലും ആ അവയർനെസ്സിനെ കുറിച്ച് തന്നെ നമുക്ക് കൂടുതൽ അവെയർ ആകുമ്പോൾ, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അവെയർ ആകുന്ന സമയത്ത് നമ്മളുടെ വേദനകൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എസ്പെഷ്യലി നമ്മളുടെ മാനസികമായിട്ടുള്ള ആ വേദനകൾ. അപ്പൊ അത് നമ്മളുടെ പൊതുവെ ഉള്ള നമ്മളുടെ എല്ലാ സഹനങ്ങളും കുറയ്ക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ആ എന്താണ് നമ്മൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളുടേതായിട്ടുള്ള ഒരു ഒരു വേൾഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ കോമൺ ഹ്യൂമാനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരു 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 സമൂഹത്തിന്റെ ആ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ അവരുടെ ആ എത്തിക്കൽ വാല്യൂസ്, അതുപോലെ അവരുടെ സർവൈവൽ, സസ്റ്റൈനബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് കമ്പാഷൻ, ഇങ്ങനെയുള്ള സാമൂഹ്യമായ ബന്ധങ്ങൾ നിലനിർത്തുന്നത് കോൺഷ്യസ് മൈൻഡിലൂടെയാണ്, അല്ലെങ്കിൽ കോൺഷ്യസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം അതല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴും പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകും. അതല്ല, ഇപ്പൊ ഉദാഹരണം മതപരമായിട്ടുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യുലറിസത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും അതേക്കുറിച്ച് കോൺഷ്യസ് ആകുക. അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള നമ്മളുടെ ആ വ്യത്യാസങ്ങളൊക്കെ അതിനെയെല്ലാം നമുക്ക് മറികടക്കണമെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് കോൺഷ്യസ് ആകണം. ഇത് എവിടെയോ എന്നോ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള ആ ചിന്ത, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ആ നമുക്കുള്ള ആ ഊർജം, യഥാർത്ഥത്തിൽ നിലനിൽപ്പിൻ്റെതായിട്ടുള്ള ഒരു ഊർജം നമുക്ക് കിട്ടുന്നത് കോൺഷ്യസ്നസ് വഴിയാണ്. പിന്നെ ഇത് നമുക്ക് സെൽഫ് അവയർനെസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻ നമുക്ക് കൂടുതലായിട്ട്, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തി മാത്രമല്ലല്ലോ, നമ്മൾ നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന് പറയുന്നത് പോലെ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മളുടെ ബിഹേവിയേഴ്സ്, ഇതെല്ലാം ഒത്തിരി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതിന് നമ്മളെ കോൺഷ്യസ്നെസ് നമ്മളെ സഹായിക്കും. ഈ കോൺഷ്യസ്നെസ് ആണ് നമ്മളുടെ റെസീലിയൻസിലേക്ക് പോകുന്നത്. റെസീലിയൻസ് എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നെങ്കിലും ഒരു വാക്ക് ഞാൻ പറയാം. അതായത് നമ്മൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രശാന്തത എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾക്ക് നഷ്ടപ്പെട്ട ഒന്നിൽ നിന്ന് നമ്മൾ വീണ്ടും അതിന്റെ ആ ഊർജം, അല്ലെങ്കിൽ ആ ഒരു സുസ്ഥിതിയിലേക്ക് നമ്മൾ വരുന്നതാണ്. അപ്പൊ സെൽഫ് അവയർനെസ്, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവയർനെസ് തീർച്ചയായിട്ടും മനുഷ്യർക്ക് ഇത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ പറയുന്നത് ഹോമിയോസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. അവർക്ക് ഒരു തീവ്രമായിട്ടുള്ള വെല്ലുവിളി, ജീവന് അപകടകരമായിട്ടുള്ള എന്തെങ്കിലും വന്നാൽ പോലും അവർ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൃഗങ്ങൾ ആ ഹോമിയോസ്റ്റാസിസിലേക്ക് എത്തും, അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. മനുഷ്യന് മെന്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ആ തലങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് നമ്മൾക്ക് റെസീലിയൻസിലേക്ക് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹോമിയോസ്റ്റാസിസ് പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം ശാരീരികം, മാനസികം, വൈകാരികം, ഈ 3 തലങ്ങളിലും നമ്മൾക്കൊരു റെസീലിയൻസ്, അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രശാന്തത കിട്ടണമെങ്കിൽ നമ്മൾക്ക് കോൺഷ്യസ് ആയിരിക്കണം. അതും കോൺഷ്യസ്നെസ്സും റെസീലിയൻസും തമ്മിലുള്ള ബന്ധം അതാണ്. ദെൻ അടുത്തത്, നമ്മൾ റെസീലിയൻസിലേക്ക് വരികയാണെങ്കിൽ, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താണ്, കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. നമുക്ക് മാറി വരുന്ന, എപ്പോഴും നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജീവിതമല്ല ഉണ്ടാകുന്നത്. ഒരു ദിവസത്തിൽ നമുക്ക് എത്രയോ പ്രാവശ്യം ഏതെല്ലാം ചിന്തകൾ ഉണ്ടാകും, സന്തോഷകരമായ ചിന്തകൾ ഉണ്ടാകും. നമ്മൾ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പോകും. നമ്മൾ സ്നേഹിതരെ കണ്ടെത്തും. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തവർ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വെല്ലുവിളികളുള്ള വ്യക്തികളെ നമുക്ക് ഒരു ഒരു ദിവസത്തിൽ, എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല, പക്ഷെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളെങ്കിലും നമുക്ക് വരാം. അപ്പോൾ ഒരു കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറാനുള്ള ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റെസീലിയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ, കൂടുതലായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് കോൺഷ്യസ്നെസ് നമ്മളെ സഹായിക്കും.
ദെൻ മൈൻഡ്ഫുൾ ഡിസിഷൻ മേക്കിംഗ്, ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുന്നത്, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വഴി അല്ലെങ്കിൽ ഇമോഷണൽ റെഗുലേഷൻ വഴി നമുക്ക് ഏതെല്ലാം തരത്തിൽ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിനും അതും കോൺഷ്യസ്നെസ്സും അതുപോലെ റെസീലിയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് എന്ന നിലയിലായിരിക്കും, അല്ലെങ്കിൽ റിയാക്ഷൻ ആയിരിക്കും, നമ്മൾ കൂടുതൽ ഇമ്പൾസീവ് ആയിട്ട് നമ്മളുടെ പെരുമാറ്റങ്ങൾ പോകും. അതിന് പകരം നമ്മൾ കൂടുതൽ റെസീലിയന്റ് ആയിട്ട് റെസ്പോൺസ് കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അടുത്തത് ഇന്റൻഷണൽ കോപ്പിംഗ് സ്ട്രാറ്റജിക്കും കോൺഷ്യസ്നെസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ സീക്കിംഗ് ഇൻസ്റ്റെഡ് ഓഫ് റിലേയിങ് ഓൺ അവോയ്ഡൻസ് ഓർ ഡിനയൽ എന്ന് പറയും. അതായത് കൂടുതലായിട്ട് നമ്മളുടെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 ടാറ്റിക്സ് ആണ്, അല്ലെ ടെക്നിക്കാണ് അവോയ്ഡൻസ്. അതിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിനേ ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാകാം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ മറ്റതുപോലെയുള്ള ജോലി സ്ഥലങ്ങളിൽ, വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇതിനെ വിട്ടിട്ട് കൂടുതൽ ഇന്റൻഷണൽ ആയിട്ട് കോൺഷ്യസ് ആയിട്ട് നമുക്ക് നമ്മളുടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിന് നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ എപ്പോഴും പറയാറില്ലേ മീനിങ്ങിനെ കുറിച്ച്, അതുപോലെ സെൻസ് ഓഫ് പർപ്പസ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്പീക്കേഴ്സ് അതേക്കുറിച്ച് നമ്മളോട് പറയാറുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും ഇതിങ്ങനെ കുത്തി നിറയ്ക്കുന്നതിന് പകരം കുറെ കൂടി നമുക്ക് ആഴത്തിൽ ആ ജീവിതത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നതിന് ഈ കോൺഷ്യസ്നെസ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ റെസീലിയൻസ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തിൽ നിന്ന്, ആ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. കൂടുതൽ എന്താണ് വൈകാരികമായിട്ടുള്ള ആ ഒരു തീരുമാനത്തെക്കാൾ കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസും മീനിങ്ങും ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ കോൺഷ്യസ്നെസ് ആൻഡ് റെസിലിയൻസ് മറ്റൊന്നാണ് കണക്ഷൻ ആൻഡ് എംപതി എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹ്യമായ ബന്ധങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആ എന്താണ് നമ്മളുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന്, അതേക്കുറിച്ച് അവെയർ ആകുന്നതിന്, എന്തുകൊണ്ടാണ് നമ്മൾ എംപതറ്റിക് ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹ്യമായ ബന്ധങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് പെരുമാറാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറെ കൂടി ആഴത്തിൽ, കുറച്ചുകൂടി വ്യാപകമായി, കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ കോൺഷ്യസ്നെസ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പല ആളുകളും വളരെ റിജിഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാതെ വരും. ഫ്ലെക്സിബിൾ ആയിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരികയല്ല, ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് എനിത്തിങ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മളുടെ കോർ ബിലീഫ്സ് എന്ന് പറയും, റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് മാത്രമല്ല, കോർ ബിലീഫ്സ്, ഞാൻ എന്തായിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ കുറിച്ച്, ലോകത്തെ കുറിച്ചൊക്കെയുള്ള നമ്മളുടെ ആ വിശ്വാസങ്ങളുണ്ടല്ലോ, നമ്മളുടെ ധാരണകളുണ്ടല്ലോ, അത് മാറ്റാതെ അതിൽ ഇങ്ങനെ വളരെ ആഴത്തിൽ അത് നമ്മുടെ മനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ജീവിതത്തിൽ കിട്ടിയല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതായത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മൂവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നമുക്ക് വെൽക്കം ചെയ്യുന്നതിനുള്ള സാധിക്കാതെ വരുന്നു. അല്ലെങ്കിൽ ഈ നമ്മളുടെ കോർ ബിലീഫ്സോ മറ്റേതെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഈ ആശയങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യും? നമ്മളെ ഡിഫീറ്റ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. ദെൻ അടുത്തത് ഇന്റഗ്രേഷൻ ഓഫ് എക്സ്പീരിയൻസസ് ഉണ്ട്. അതായത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ, അതുപോലെയുള്ള ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ആരോഗ്യപരമായിരിക്കാം, അല്ലെങ്കിൽ വൈകാരികമായിരിക്കാം, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വെല്ലുവിളികളായിരിക്കാം. ഇങ്ങനെയുള്ളതിനെയെല്ലാം നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടി ഒരു റെസീലിയന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് നമുക്ക് ഈ കോൺഷ്യസ്നെസ് നമ്മളെ സഹായിക്കും. ദെൻ മെയിൻ ഫങ്ഷൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്ന് നമ്മുടെ അവെയർനെസ് ആണ്. നമ്മളെ അവെയർ ആക്കുന്നത് എന്താണ്? അതുപോലെ നമ്മളുടെ എന്താണ് അവെയർനെസ് ഓഫ് ദി എൻവയറമെന്റ്, നമുക്ക് ആൻഡ് സെൽഫ്, നമ്മളെക്കുറിച്ചും നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ അവെയർ ആക്കുന്ന അതിന് കോൺഷ്യസ്നെസ് നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു. പലപ്പോഴും അറിയാം ആബ്സെന്റ് മൈൻഡഡ് ആകുന്നു. ചിലരൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന ഉദാഹരണമായിട്ട് അവർ ചിന്തയുടെ ലോകത്താണ്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ ഇതെല്ലാം വരുന്നതാണ്. കൂടുതൽ അവെയർനെസ്, പ്രത്യേകിച്ച് നമ്മളുടെ പരിസ്ഥിതിയെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്,
പരിസ്ഥിതിയല്ല, നമ്മൾ ആ ജീവിക്കുന്ന ആ എൻവയറമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ എപ്പോൾ ഏത് രീതിയിലാണ് എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ അവയർനെസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് അറ്റൻഷൻ ആൻഡ് ഫോക്കസ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും കൂടുതലായിട്ട്. എന്താണ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൽ ഈവൻ പ്രായമായവർക്കാണെങ്കിൽ അവരുടെ ജോലികൾ അല്ലെങ്കിൽ അവരുടെ പാഷൻ, ഫോളോയിങ് ദ പാഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറ്റൻഷൻ ആൻഡ് ഫോക്കസ് ചെയ്യുന്നതിന് അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. ദെൻ അടുത്തത് ഗ്ലോബൽ വർക്ക് സ്പേസിലുള്ള ആ ഇന്റഗ്രേഷൻ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ അത് പുതിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഇതാണ്. നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ അറിവ് അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിൽ നിന്ന് റേഡിയോയിൽ നിന്ന് കേട്ടിരുന്നു. അത് കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഉദാഹരണം, ഒരു 10-50 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടിരുന്ന വാർത്തകൾ അല്ലെങ്കിൽ മറ്റതുപോലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇതിങ്ങനെ എന്താണ് തെറ്റായ വാർത്തകൾ ലോകത്തിലേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾക്ക് ഒരു ഇന്റഗ്രേഷൻ ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ ഇത് നമ്മൾ പെട്ടുപോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിലോ മറ്റതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലോ നമ്മൾ ഷെയർ ചെയ്യും. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, അതേക്കുറിച്ച് നമ്മൾ വറീഡ് ആകുന്നു, നമ്മൾ ആങ്ഷ്യസ് ആകുന്നു, യുദ്ധം വരുന്നതെന്ന് പറയുന്നു, അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറയുന്നു. ഓരോരുത്തരും ഓരോ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു അതിൽ മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസീലിയൻസ്, ആ സുസ്ഥിതി, മാനസികമായിട്ടുള്ള അതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഈ ഇത് ഒന്നാമത് അത് മാറി നിൽക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിനോട് നമ്മൾ മാനസികമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു ഇന്റഗ്രേഷൻ നമുക്ക് ആവശ്യമുണ്ട്, ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ദെൻ അടുത്തത് മെയിൻ ഫംഗ്ഷന്റെ ഒന്നാണ് കോൺഷ്യസ്നെസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിങ്. നമ്മൾ ഓരോ മൊമെന്റ് ടു മൊമെന്റ് നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ടാകും. ഓരോ ദിവസം നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ടാകും. നാളെക്കുറിച്ച് നമുക്ക് പ്ലാനിങ് ഉണ്ടാകും. അതുമെല്ലാം നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അതായത് നമ്മളുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് നമ്മൾ കൂടുതൽ വരികയും നമ്മുടെ അമിഗ്ഡാലയുടെ പ്രവർത്തനം നമ്മൾ കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ വോളണ്ടറി ആൻഡ് കൺട്രോൾ ഓഫ് ബിഹേവിയർ എന്ന് പറയും. അതായത് നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഒരു വോളണ്ടറി കൺട്രോൾ ഓഫ് ബിഹേവിയറിന്റെ ഒന്നാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ പല പെരുമാറ്റങ്ങൾ ഉണ്ടാകും. ചില സാഹചര്യം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകും. ഉദാഹരണമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ മറ്റേതെങ്കിലും നമുക്ക് ആ ഭക്ഷണത്തോട് ആപ്പിറ്റേറ്റ് തോന്നാതിരിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഇപ്പൊ പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് മുറുക്കി തുപ്പുക, അല്ലെങ്കിൽ ബസ്സിലൊക്കെ വീടി വലിക്കുക, അങ്ങനെയൊക്കെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇന്ന് നമ്മൾക്ക് അക്സെപ്റ്റഡ് അല്ല. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ വോളണ്ടിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇൻവോളണ്ടറിയർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ശരീരത്തിന്റെ ഫങ്ഷൻസ്, ഇതെല്ലാം അത് അതിൻ്റെതായ രീതിയിൽ പോകുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ, നമ്മളെ എങ്ങനെയാണ് കൂടുതൽ സോഷ്യൽ ഇന്ററാക്ഷനിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് പെരുമാറാൻ സാധിക്കുക, നമ്മളുടെ ബന്ധങ്ങൾ, അത് എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം ചെയ്യുന്നതിന് നമ്മളുടെ ഈ കോൺഷ്യസ്നെസ് നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക റോളുണ്ട്. ദെൻ ക്രിയേഷൻ ഓഫ് പേഴ്സണൽ ഐഡന്റിറ്റി, നമ്മൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അതിന് നമുക്ക് വേണമെങ്കിൽ കോർ ബിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. എ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണൽ ഹിസ്റ്ററി. അത് ഈ കോൺഷ്യസ്നെസിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഇത് ഫോം ചെയ്യുന്നതിന്, അതിൽ നിലനിൽക്കുന്നതിന്, അത് വേണ്ട വിധത്തിൽ എവിടെയെല്ലാം എക്സ്പ്രസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, സെൽഫ് മോണിറ്ററിങ് ആൻഡ് മെറ്റാ കോഗ്നീഷൻ എന്ന് പറയും. കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെറ്റാ കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഒരു ഹയർ ലെവലിലാണ്, കുറെ കൂടി സൂക്ഷ്മമായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള ആ തലത്തിലേക്ക് പോകുന്നതിനും നമ്മുടെ വിചാരങ്ങളെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവലോകനം, അല്ലെങ്കിൽ ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നതിന് സഹായിക്കുന്നു. ദെൻ ഇമോഷണൽ ആൻഡ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും, കേള എന്ന് പറയുന്നത്. അതായത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തായിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഒരു പാർട്ടിയിൽ നമ്മൾ എല്ലാവർക്കും കാപ്പിയോ ചായയോ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ കിട്ടുന്നത് ഒരു വലിയ പാത്രത്തിൽ നിന്ന്, മഗ്ഗിൽ നിന്നായിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾക്ക് ഓരോരുത്തർക്കും ആ കിട്ടുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ആ ചായ കുടിക്കുമ്പോൾ, കാപ്പി കുടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന
ആ അനുഭവം ഉണ്ടല്ലോ, അതിന്റെ മധുരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കടുപ്പത്തെക്കുറിച്ചോ അങ്ങനെ. ഈവൻ നമുക്ക് മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാം. നമുക്ക് സബ്ജക്റ്റീവ് ആയിട്ടുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും അത് യുണീക്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഭക്ഷണത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മളുടെ സെക്ഷൽ എക്സ്പീരിയൻസ്. അത് അത് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ളതാണ്. അത് ഒരുപക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ ആൻഡ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന്റെ ഏറ്റവും തലം ഈ കോൺഷ്യസ്നെസിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ആണ്. കാരണം ഓരോരുത്തരും എടുക്കുന്നത് ഓരോ രീതിയിലാണ്. അത് ഇപ്പം ഏകദേശം 8 ബില്യൺ ആൾക്കാർ ഭൂമുഖത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാം യുണീക്ക് ആയിരിക്കും. അത് ഫോം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട പല ഘടകങ്ങളുണ്ട്. അതിൽ നമ്മുടെ സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. മറ്റതുപോലെ ഉള്ള ജനിതകമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. മെമ്മറി ആൻഡ് എൻകോഡിംഗ് റിട്രൈവൽ, അതായത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ആ ആ ഓർമ്മകൾ, നമ്മളുടെ കുട്ടിക്കാലങ്ങൾ എല്ലാ തരത്തിലുള്ള അത് ചെയ്യുന്നതിന് നമ്മളെ അതിനെ റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനും കോൺഷ്യസ്നെസ്സിനുണ്ട്. ദെൻ പ്രൊഡക്റ്റീവ് മോഡലിംഗ് ആൻഡ് സിമുലേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഏത് തരത്തിലാണ് നമ്മളെക്കുറിച്ച് തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആ സെനാരിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് ആ ഒരു തലത്തിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറെ കൂടി പക്വതയുള്ളത്. അതുപോലെ തന്നെ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് വൈകാരികമായിട്ടുള്ള ആ ഒരു തീരുമാനത്തെക്കാൾ കുറെ കൂടി സമചിത്തതയോടുകൂടി എടുക്കുന്ന അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. സോഷ്യൽ ആൻഡ് എമ്പത്തിക് കോർഡിനേഷൻ എന്ന് പറയും. അതായത് ഞാനത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മളുടെ സാമൂഹ്യമായ പ്രതിബദ്ധത, നമ്മളുടെ സാമൂഹ്യമായ ബന്ധങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കരുണ, എമ്പതി, അതിൻ്റെ എല്ലാം ഒരു കോർഡിനേഷൻ നമുക്ക് നമ്മളുടെ കോൺഷ്യസ്നെസ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഏജൻസി ആൻഡ് ഫ്രീ വിൽ എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഫ്രീ വില്ല് ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ തർക്കിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു ഫ്രീ വില്ലിന്റെ കുറിച്ച്, അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു പെർസെപ്ഷൻ, നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ആക്ഷനെ കുറിച്ചുള്ള നമ്മളുടെ ആ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം തീരുമാനിക്കുന്നതിന് കോൺഷ്യസ്നെസ് നമ്മളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റേഷൻ ആൻഡ് ലേണിംഗ്, കൂടുതലായിട്ട് നമ്മൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് പ്രോബ്ലംസിനെ കാണാൻ, പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഐഡിയാസ് ഇങ്ങനെയൊക്കെ വരുന്നതിന് തീർച്ചയായിട്ടും നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ മൈൻഡ്ഫുൾനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ആണ് അടുത്തത്. നമ്മുടെ ഏകദേശം ഈ ടോക്ക് തീരാൻ പോവുകയാണ്. മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഇതുമായിട്ടുള്ള മൈൻഡ്ഫുൾനെസ്സും കോൺഷ്യസ്നെസ്സും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് ആങ്കേഴ്സ് അവർ അറ്റൻഷൻ ടു ദ പ്രസന്റ് മൊമെന്റ്. ഈ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ആയിത്തീരാൻ എന്തായിരിക്കുന്നു അതിനെ ആ രീതിയിൽ വാസ്തവികമായ ഒരു 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 രീതിയിൽ നമുക്ക് ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നതിന് സഹായിക്കും. അതാണ് കോൺഷ്യസ്നെസ്സിന്റെ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ സമയത്തും പറയുന്നത്. പലപ്പോഴും ഗൈഡഡ് മെഡിറ്റേഷനിൽ പറയുന്നത് നിങ്ങൾക്കറിയാം. അതായത് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറമേ നിന്ന് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന ആ ഒച്ചകളെ കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂട്, തണുപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ അറിയുക, പ്രതികരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ മറ്റതുപോലെയുള്ള മാനസികവും വൈകാരികവുമായിട്ടുള്ള അനുഭൂതികൾ അല്ലെങ്കിൽ സംവേദനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറ്റൻഷൻ, നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മളുടെ ബ്രീത്തിങ്ങില്, നമ്മളുടെ ശരീരത്തിലെ സെൻസേഷൻസ്, നമ്മൾ കാണുന്നത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്നത്, നമ്മൾ കേൾക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഭാവി ഭൂതകാലങ്ങളിലേക്ക് പോകാതെ ഈ മൊമെന്റിൽ നമ്മൾക്ക് ആങ്കർ ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ മൊമെന്റിനെ അതായിരിക്കുന്ന രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്ന, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നതിന് സഹായിക്കും മൈൻഡ്ഫുൾ കോൺഷ്യസ്നെസ്. ഇൻക്രീസ് അവർ സെൽഫ് അവെയർനെസ് ആണ്, നമ്മളെ കുറിച്ചുള്ളതാണ്. ഉദാഹരണം, ബ്രീത്തിങ് ഇൻ ദ ബോഡി, അതുപോലെ തന്നെ ബോഡി സ്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ഇതുവഴി നമ്മളുടെ ഫിസിക്കൽ സെൻസേഷൻസിനെയും നമ്മളുടെ ചിന്തകളെ നമുക്ക് അറിയാൻ സാധിക്കും. ഒപ്പം നമുക്ക് നമ്മളുടെ പെയിൻ അല്ലെങ്കിൽ നമ്മളുടെ പെയിൻ മാനേജ്മെന്റിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, മൈൻഡ്ഫുൾനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അമിതമായ ഭയം, ആങ്സൈറ്റി, ഇതെല്ലാം കുറയ്ക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മളെ ഇൻക്രീസ് അവർ പ്രസന്റ് മൊമെന്റ് അവെയർനെസ് കിട്ടുന്നു. ഒബ്സർവിങ് തോട്ട്സ് നോൺ ജഡ്ജ്മെന്റലി, നമ്മൾ
ജഡ്ജ്മെന്റൽ ആകാതെ കേൾക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മളുടെ സോഷ്യൽ ഗ്ലോബൽ മീഡിയ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും വളരെയേറെ ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു മാനസിക അവസ്ഥയാണ് ഭൂരിപക്ഷം മനുഷ്യർക്കുമുള്ളത്. കാരണം നമുക്ക് വളരെ കാര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കാര്യങ്ങൾ, വാർത്തകളെ ന്യൂസ് കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതോ കേൾക്കുന്നതോ കാണുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റൽ ആയാൽ ഒരു പക്ഷെ എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ അമിഗ്ഡാല അല്ലെങ്കിൽ നമ്മളുടെ ആ സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നു. അതുപോലെ തന്നെ അമിഗ്ഡാലയുടെ കൂടുതലായിട്ടുള്ള ആക്ടിവേഷൻ നടക്കുന്നു. അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ നമുക്ക് നടക്കാതിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകാൻ പഠിക്കുകയാണ് കൂടുതൽ. ഒരു ദിവസം ചെല്ലും തോറും ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കേൾക്കുന്നത്, ഞാൻ അറിയുന്നത്, ഞാൻ കാണുന്നത്, അതിനെ എല്ലാത്തിനെയും നമ്മൾ ജസ്റ്റ് ഒബ്സർവ്, നമ്മളൊരു വിറ്റ്നസ് പോലെ, ഒരു നിരീക്ഷകയെ പോലെ കാണാൻ പഠിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ് നമ്മളുടെ ഇമോഷണൽ റെഗുലേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട്. എൻഹാൻസിങ് സെൻസറി അവയർനെസ്, അതായത് നമ്മളുടെ എന്താണ് ഇൻസുല എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ബ്രെയിനിലുള്ള എന്താണ് ആ റീജിയനാണ് നമ്മളുടെ ഇൻട്രോസെപ്ഷൻ അല്ലെങ്കിൽ ഇന്റേണൽ സെൻസേഷൻ്റെത്. അവിടെ ആ റീജിയനെ നമുക്ക് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും കൂടുതൽ ഇൻട്രോസെപ്ഷൻ, നമ്മളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും മൈൻഡ്ഫുൾ കോൺഷ്യസ്നസ് നമ്മളെ സഹായിക്കും. ദെൻ റെഡ്യൂസ് റിയാക്ടിവിറ്റി, നോട്ടീസിങ് ട്രിഗേഴ്സ്. കാരണം നമ്മളുടെ 95% തീരുമാനങ്ങളും ബിഹേവിയറും ഹാബിറ്റ്സും എല്ലാം വരുന്നത് അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ട്രിഗേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നുള്ള നമ്മുടെ ആ റിയാക്ഷൻസ് മാറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ ബോഡി, നമ്മുടെ ബിഹേവിയറിനെ ഇതെല്ലാം മാറ്റാൻ നമുക്ക് സാധിക്കും. എന്താണ് അതുകൊണ്ടുണ്ടാകുന്നത്, നമ്മുടെ ആ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തപ്പെട്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാനും പ്രവർത്തിക്കാനും പെരുമാറാനും നമുക്ക് സാധിക്കും. ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് ബോഡിലി അവയർനെസ്സും നമുക്ക് കൂടുതലായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് കിട്ടും. ഡിറ്റക്ട് സബ്റ്റിൽ ബോഡി സെൻസേഷൻസ്, പെയിൻ മാനേജ്മെന്റിന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ പ്രിവെന്റ് അൺകോൺഷ്യസ് ഇമോഷണൽ ഹൈജാക്കിംഗ്, പെട്ടെന്നുള്ള വൈകാരിക പ്രകടനങ്ങൾ, നമ്മളുടെ പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ അതെല്ലാം കുറയ്ക്കുന്നതിന് സാധിക്കും. ദെൻ കൾട്ടിവേറ്റിംഗ് ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയും. സെൻ ബുദ്ധിസത്തിലുള്ള ഒരു ആശയമാണ്. അതായത് ഷോഷിൻ എന്ന് പറയും. ഓരോ അനുഭവങ്ങളും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് എന്താണ്, ഓരോ അനുഭവം ഇന്നലെ ഉണ്ടായതാണെങ്കിൽ പോലും ഇന്നുണ്ടാകുമ്പോഴും ആദ്യമായിട്ട് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പോലെയാണ്. നമ്മൾ കൊച്ചു കുട്ടികളെ ശ്രദ്ധിച്ചറിയാം, അവർക്ക് ചെറിയൊരു മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മെമ്മറി അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് അവർക്ക് അറിയാമെങ്കിലും അവരെപ്പോഴും എന്തുമാത്രം കൗതുകത്തോടു കൂടിയാണ് ഓരോന്നും കാണുന്നത്, കേൾക്കുന്നത്, അല്ലെങ്കിൽ അവര് മറ്റുള്ളവരോട് പെരുമാറുന്നത്. ദാറ്റ് മീൻസ് ഈച്ച് മൊമെന്റ് ഈസ് എന്താണ്, നമ്മൾ അതിനെക്കുറിച്ച് ക്യൂരിയസ് ആകുന്നു. ഈച്ച് മൊമെന്റ് അല്ലെങ്കിൽ ഈച്ച് ബ്രത്ത്, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ബ്രത്ത് ബ്രിങ്സ് us a unique experience, a new experience എന്ന് പറയാം സോഷ്യൽ. അതായത് ആസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദി ഫസ്റ്റ് ടൈം, അതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ദെൻ ബിൽഡ്സ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി. കൂടുതലായിട്ട് നമുക്ക് എന്താണ് വൈജ്ഞാനികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ മെന്റൽ അജിലിറ്റി. പ്രിവെന്റ്സ് ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ദി നാരോ തിങ്കിങ് പാറ്റേൺസ്. അതിൽ നിന്ന് മാറ്റി നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ, നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. ആ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആകണം. അത് കുറെ കൂടി ദുരിതപ്പെടുത്തുന്നതാണ് മൈൻഡ്ഫുൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് സാധിക്കലാത്ത, നമുക്ക് എന്താണ്, നമുക്ക് ഇഷ്ടമില്ല, പക്ഷെ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു, എന്താണ്, അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമുക്ക് മാറ്റാൻ സാധിക്കാത്തതിനെ റാഡിക്കൽ അക്സെപ്റ്റൻസിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ എതിർത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, കംപ്ലൈന്റ് ചെയ്തിട്ട് നമ്മൾ അൺഹാപ്പി ആകുന്നു. ബ്രേക്കിംഗ് ദി ടൈം ട്രാവൽ ഓഫ് ഹാബിറ്റ്. നമുക്ക് സംഭവിക്കുന്ന, അതായത് ടൈം ട്രാവൽ എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ സൈക്കോളജിക്കൽ ക്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്കെല്ലാം പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ആ ക്ലോക്ക് ടൈമിനേക്കാൾ വളരെ ശക്തമായിട്ടാണ്, വളരെ വേഗത്തിലാണ് നമ്മുടെ സൈക്കോളജിക്കൽ ടൈം മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ കാര്യത്തിലും ഇപ്പൊ എന്താണ്, നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ അഡ്മിഷൻ
നിങ്ങൾക്ക് വേണം. അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ആ തീരുമാനം അറിയണം. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് അതിന്റെ തീരുമാനം അറിയണം, എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറെ കൂടി ആ ടൈം ട്രാവലിന്റെ അതിന്റെ ആ ഒരു ഇതിൽ പെടാതിരിക്കുന്നതിന് സാധിക്കും. ഓക്കെ, ഡീപ്പൻസ് സെൽഫ് എക്സ്പീരിയൻസസ് ഓഫ് ദി മീനിങ്. അതായത് കൂടുതലായിട്ട് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചും നമ്മളുടെ മൊമെന്റ് ടു മൊമെന്റ് ആയിട്ടുള്ള അത് ഉണ്ടാകാൻ, അല്ലെങ്കിൽ നമ്മളുടെ മീനിങ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പർപ്പസ് എല്ലാം എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതേക്കുറെ ആഴപ്പെടുത്തുന്നതിന് സാധിക്കും. ദെൻ ഇതിന്റെ എല്ലാം എന്താണ് അന്തിമ ഫലം എന്ന് പറയുന്നത്, നമുക്ക് കൂടുതലായിട്ട് ന്യൂറൽ പാത്ത് വേസ് ഓഫ് അവയർനെസ് ഉണ്ടാകും നമ്മളുടെ ആ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുന്നതിന്. അതുപോലെ തന്നെ പുതിയ നെറ്റ്വർക്ക്, ന്യൂറൽ പാത്ത് നെറ്റ്വർക്ക് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ അമിഗ്ഡാല അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി അതുപോലെയുള്ള അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതിനെ വീക്കൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു. സോ ന്യൂറൽ പാത്ത് വേസ് അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുന്നു. ദെൻ എൻഹാൻസസ് ഇന്റൻഷണൽ ലിവിങ്, നമുക്ക് കൂടുതലായിട്ട് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും കോൺഷ്യസ് ലിവിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഗ്രൂപ്പുകളുണ്ട്. അവർ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരല്ല, അവർ കൂടുതൽ ഭക്ഷണം നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ഹൈക്കിങ് നടത്തുന്നതിനെ കുറിച്ച് പല പല കാര്യങ്ങളെ കുറിച്ചാണൊക്കെയാണ്. പക്ഷെ അതിലുപരി മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഇന്റൻഷണൽ ആയിട്ട് ഉള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കുന്നതിന് സഹായിക്കുന്നു. സ്ട്രെങ്തനിങ്, ഓക്കെ, അത് വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ, ദി ടേക്ക് അവേ മെസ്സേജ് എന്ന് പറയുന്നത്, ഇന്നത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളി കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അനുദിന ജീവിതത്തിൽ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി കുറയ്ക്കുന്നു. ഡീപ്പൻസ് റിലേഷൻഷിപ്പ്, ഓഫ് കോഴ്സ് നമ്മളുടെ വ്യക്തിബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ എൻഹാൻസസ് ജോയ്, ഹാപ്പിനെസ്, പീസ്. ഇതെല്ലാം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇതിന്റെ എല്ലാം അന്തിമ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് അതെല്ലാം നമുക്ക് കിട്ടുന്നതിന് സഹായിക്കും. ഓക്കെ, ദെൻ അടുത്തത് അറിയിപ്പാണ്. എൻ്റെ പുസ്തകത്തെ കുറിച്ചുള്ള പുതിയതായിട്ട് ആരെങ്കിലും വന്നെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ 2 പുസ്തകം, ഒത്തിരി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഈ വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ പേ ചെയ്താൽ ഇനി വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എന്താണ് 700 രൂപയുടെ പുസ്തകം 450 രൂപ കൊടുത്താൽ കിട്ടുന്നു, ഒരു പ്രത്യേക ഓഫറാണ്. ഓക്കെ, നിങ്ങൾക്ക് നമ്പർ നോട്ട് ചെയ്യാം, പുതുതായിട്ട് ആരെങ്കിലും വരികയും വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക്. ഓക്കെ, താങ്ക് യു. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. Yes, sir. Okay. So, thank you, sir. Thank you very much. തീർച്ചയായിട്ടും ലിവിങ് എവേക്ക് ആ ഒരു വിഷയം, മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ്ഫുൾനെസ്സിനെയൊക്കെ നമ്മളെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷന് ശേഷം കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, എങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം, സാർ. ഓക്കെ സാർ, എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ലെറ്റ് മീ ഷെയർ. കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ, നൗ വി സ്റ്റാർട്ട്. ഓക്കെ,
അവധാനപൂർവം ധ്യാന പരിശീലനത്തിലൂടെ നമ്മുടെ ബോധ മനസ്സിനെ സൗമ്യമായി ഉണർത്തുവാൻ സഹായിക്കുന്ന മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശാരീരികമായ സംവേദനങ്ങളെ കുറിച്ചും നിങ്ങൾ കൂടുതൽ ബോധവാന്മാരും ആകുന്നതിനും കൂടുതൽ അനുകമ്പയോടും വ്യക്തതയോടും കൂടി അവയെ കാണുവാനും സാധിക്കുന്നതിനും നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷീകരണത്തിന് ഉതകുന്നതുമായ ആഴത്തിലുള്ള ഒരു ധ്യാനത്തിന് എല്ലാവരും ഇപ്പോൾ ഒരുങ്ങുക. ശാന്തമായ ഒരു സ്ഥലത്ത് സുഖകരമായി നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ കൈകൾ സ്വാഭാവികമായി നിങ്ങളുടെ മടിയിൽ വിശ്രമിക്കാൻ അനുവദിക്കുക. ധ്യാനത്തിന് മുൻപുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ചെയ്യുക. നിങ്ങൾ ധ്യാനിക്കാൻ തയ്യാറായി എന്ന് കരുതുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് സൗമ്യമായി അടയ്ക്കാം. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും നിങ്ങൾ ഇരിക്കുന്ന ആ പരിസ്ഥിതിയെക്കുറിച്ചും എല്ലാം ഒരു നിമിഷം അവബോധമുള്ളവരാവുക. മനസ്സും ശരീരവും കൂടുതൽ ആഴത്തിൽ സൗഖ്യപ്പെടാൻ വേണ്ടി നമുക്ക് ആഴത്തിൽ 3 പ്രാവശ്യം ശ്വാസം എടുക്കുകയും സാവധാനം നിശ്വസിക്കുകയും ചെയ്യാം. ആഴത്തിൽ ശ്വാസം എടുക്കുക. സൗമ്യമായി സാവധാനത്തിൽ നിശ്വസിക്കുക. ഇപ്രകാരം 3 പ്രാവശ്യം ചെയ്യുക. നമ്മളുടെ അവബോധത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ബോധ മനസ്സിൽ കൂടുതൽ ആഴപ്പെടുന്നതിന് വേണ്ടി ആദ്യമായി നമുക്ക് ശാരീരികമായ അവബോധം നിലനിർത്താൻ അല്ലെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം പൂർണ്ണമായും അറിയുക. നിങ്ങളുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന നിങ്ങളുടെ ഇരിക്കുന്ന കസേരയോ അല്ലെങ്കിൽ നിലമോ, നിങ്ങളുടെ ശരീരം എവിടെയെല്ലാം സ്പർശിക്കുന്നു ഇപ്പോൾ അതേക്കുറിച്ചെല്ലാം നിങ്ങൾ അവബോധമുള്ളവരാവുക. നിങ്ങൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാദം തറയിൽ സ്പർശിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ചും ബോധവാന്മാരാകുക. അടുത്തതായി നിങ്ങളുടെ ശിരസിൽ നിന്നും താഴേക്ക് ബാഹ്യവും ആന്തരികവുമായ ഓരോ അവയവങ്ങളിലൂടെയും നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക. സാവധാനം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കമോ വേദനയോ സംവേദനങ്ങളോ അനുഭവപ്പെടുന്നെങ്കിൽ ശ്രദ്ധിക്കുക. ഒന്നും മാറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. അവ അനാവശ്യമാണെന്നുള്ള മുൻവിധികൾ ഉണ്ടാകരുത്. ശാന്തമായി നിരീക്ഷിക്കുക.
എല്ലാവിധ ന്യായവിധികളും ഒഴിവാക്കുക. നമുക്ക് നമ്മളുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് അല്പസമയം മടങ്ങിപ്പോകാം. ശരീരത്തെ സ്വയം ശ്വസിക്കാൻ വേണ്ടി അനുവദിക്കുക. പ്രത്യേകമായ സമ്മർദ്ദങ്ങളോ മറ്റൊന്നും കൂടാതെ ശരീരം അതിൻ്റെ സ്വാഭാവികമായ ആ രീതിയിൽ താളത്തിൽ ശ്വസിക്കട്ടെ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്പം ആഴത്തിൽ 4-5 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുവാനും അത്രയും സമയം നിശ്വസിക്കുവാനും പരിശീലിക്കുക. ായി നമ്മളുടെ മാനസികമായ വ്യാപാരങ്ങളെ കുറിച്ച് നിരീക്ഷിക്കാം. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ സന്തോഷത്തിൻ്റെതാകാം, ദുഃഖത്തിൻ്റെതാകാം, വേദനയുടേതാകാം, എന്തുമാകട്ടെ അവയെ നിരീക്ഷിക്കുക. ചിലപ്പോൾ അത് ഭൂതകാല അനുഭവങ്ങളിൽ നിന്നുള്ളതാകാം, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ളതാകാം. എന്തുമാകട്ടെ അവ കടന്നു വരുമ്പോൾ അവയെ നിരീക്ഷിക്കുക. ഒരു ചിന്തയെയും പിന്തുടരുവാൻ അനുവദിക്കരുത്. അതുപോലെ അവയെ തള്ളിമാറ്റുവാനും ശ്രമിക്കരുത്. നിരീക്ഷിക്കുക. ശാന്തമായി ഓരോന്നിനെയും തിരിച്ചറിയുക. തുടർന്ന് സാവധാനം ശ്വാസത്തിലേക്ക് മടങ്ങുക. ഓരോ ശ്വാസോച്ഛ്വാസവും കൂടുതൽ ശാരീരികവും മാനസികവുമായ സൗഖ്യം ഏകട്ടെ. ആഴത്തിൽ നിങ്ങളുടെ മനസ്സും ശരീരവും വിശ്രമിക്കട്ടെ. ധ്യാനം തുടരാം. ചുറ്റുപാടുകളെ കുറിച്ചും നമുക്ക് ബോധവാന്മാരാകാം. നമ്മളുടെ ചുറ്റിലും ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ മഴ പെയ്യുന്നുണ്ടാകും, പല സ്ഥലത്തും കാറ്റ് വീശുന്നുണ്ടാകും, അല്ലെങ്കിൽ
ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ശബ്ദം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കാലാവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂട്, അല്ലെങ്കിൽ തണുപ്പാകാം, എന്തുമാകട്ടെ, എല്ലാറ്റിനെയും ശ്രദ്ധിക്കുക. ഒന്നിനെയും വിധിക്കാതിരിക്കുക. അറിയുക, ചിന്തകൾക്കും ശബ്ദങ്ങൾക്കും ബാഹ്യമായിട്ടുള്ള സംവേദനങ്ങൾക്കെല്ലാം സാക്ഷിയാവുക. ബോധപൂർവമായ സാന്നിധ്യത്തിൽ, ഈ നിമിഷത്തിന്റെ ലാളിത്യത്തിൽ വിശ്രമിക്കുക. എല്ലാറ്റിനെക്കുറിച്ചും അവബോധമുള്ളവരാവുക, എന്നാൽ ഒന്നിന്റെയും ഭാഗമാകാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ഉണർന്നിരിക്കുക. ഈ നിമിഷത്തിന്റെ സജീവത അനുഭവിക്കുക. നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. സൗമ്യമായി ശ്വസിക്കുക. അല്പം ആഴത്തിൽ ശ്വസിക്കുക. ശ്വാസത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ ധ്യാനം തുടരുക. അതോടൊപ്പം തന്നെ ശരീരത്തിലെ, മനസ്സിലെ, ചുറ്റുപാടുമുള്ളതിലെ എല്ലാം നിരീക്ഷിക്കുക. ഇപ്പോൾ ഇവിടെ സജീവമായി ഉണർന്നിരിക്കുക. നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ദയയോടെ ഉള്ളിൽ മന്ത്രിക്കുക. ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ഉണർന്നിരിക്കുന്നു. ഈ നിമിഷത്തിലെ സജീവതയെ, ശാന്തതയെ അനുഭവിക്കുന്നു. സാവധാനം നിങ്ങളുടെ അവബോധം പുറത്തേക്ക് കൂടി വികസിപ്പിക്കുക. നിങ്ങളിരിക്കുന്ന മുറിയിലേക്ക്, അതിൻ്റെ ചുറ്റുപാടുകളിലേക്ക്
പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ഇവയെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾ അപബോധം നിലനിർത്തുക. സൗമ്യമായി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങി വരിക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അത് പുറത്തേക്ക് പോകുമ്പോഴും അത് നിങ്ങൾക്ക് നൽകുന്ന സംവേദനങ്ങൾ അതെല്ലാം അറിയുക. ശാന്തമായി സൗമ്യമായി നിരീക്ഷിക്കുക. ഈ നിമിഷം മറ്റൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞതാണ്. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങി വരിക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ചുള്ള അവബോധം വീണ്ടെടുക്കുക. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും എല്ലാം അറിയുക. നിങ്ങളുടെ കൈയിലെയും കാലുകളിലെയും വിരലുകൾ സൗമ്യമായി ചലിപ്പിക്കുക. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ സാർ. താങ്ക് യു സാർ. ഷീല മാം പറയും. സാറേ ഗുഡ് ഈവനിങ്. ആന്റണി സാർ, എല്ലാവർക്കും നമസ്കാരം. അവിടെ മഴയുണ്ടോ സാറേ? ഇല്ല, ഇവിടെ മഴയില്ല. ഇവിടെ സദാ മഴയുമാണ്. അതാ കുറച്ച് വൈകിയത്. ഭയങ്കര മഴയായിരുന്നു സാറേ. കേറാൻ 5 മിനിറ്റ് താമസിച്ചതേ ഉള്ളൂ. സാറേ, എനിക്ക് ഇന്നത്തേല് തോന്നിയ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, മൈൻഡ്ഫുൾനെസ്സും ഈ കോൺഷ്യസ്നെസ്സും തമ്മില് എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ള ഒന്ന്. സാറ് പറഞ്ഞ ക്ലാസ്സുകളിലൂടെ ഞാൻ പോയി. അപ്പൊ മൈൻഡ്ഫുൾനെസ്സോട് കൂടി നമ്മള് പിന്നെ കാര്യങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ അവിടെ കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് പറയാം എന്ന് തോന്നുന്നു. ആദ്യം കഴിഞ്ഞോ? ഓക്കെ. മൈൻഡ്ഫുൾനെസ് ആൻഡ് കോൺഷ്യസ്നെസ് തമ്മിൽ വളരെ ബന്ധമുണ്ട്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അവരുടെ അതാണ് അനുഭവമാണ്, അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് അത് അവരറിയുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടെന്ന് പറയുന്നു, അത് നിങ്ങൾക്ക് ഈ മൊമെന്റിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തിനെക്കുറിച്ചും നമ്മൾ അറിയുന്നു അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുവോ അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ കോൺഷ്യസ് ആകുന്നു. ഇപ്പോൾ എന്താണ് ഇപ്പൊ തന്നെ പറയാം, അതായത് അതേക്കുറിച്ച് കൂടുതലായിട്ടുള്ള ആഴത്തിലുള്ള അറിവുണ്ടാകുന്നു. ഇപ്പൊ പറഞ്ഞു ഇവിടെ ഭയങ്കര മഴയാണെന്ന് പറഞ്ഞു. ഓക്കെ, മൈൻഡ്ഫുൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ മഴയാണ് എന്ന് പറയാം. ഭയങ്കരം പറയാം. ഭയങ്കരം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതല്ല. പേടിപ്പെടുത്തുന്ന മഴയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. അത് മലയാളത്തിൽ അത് ഭയങ്കര ഉപയോഗിക്കുന്നത് തെറ്റാണ്.
അതെ, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മള് സാധാരണ ഇവിടെ ഞങ്ങൾക്ക് ശക്തമായ മഞ്ഞും കാറ്റും എല്ലാം വന്ന് വളരെ കാലാവസ്ഥ മോശമാകുമ്പോഴേക്കും എന്റെ കൂട്ടത്തിലുള്ള കൊളീഗ്സ് ഒക്കെ പറയും, ഓ ഐ ഹേറ്റ് ദീസ് വെതർ എന്ന് പറയും. ഓ ദാറ്റ് ഈസ് എന്താണ്, മഞ്ഞുണ്ട്, ശക്തമായ കാറ്റുണ്ട്, പുറത്തേക്ക് ഡ്രൈവ് ചെയ്യാനോ അല്ലെ പോകാനോ വിഷമമുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം, അതൊരു എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഐ ഹേറ്റ് അതെ ദീസ് വെതർ എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ അല്ല എന്നുള്ളതാണ്. അതെ അതെ Okay. ഓക്കെ ഓക്കെ നമ്മൾ എന്തിനെ കുറിച്ച് ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഇംഗിതത്തിനനുസരിച്ച്, നമ്മളുടെ വിചാരങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചലിക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡ്ഫുൾ അല്ല. ഒരു ഒരു കാര്യത്തെക്കുറിച്ച്, സംഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എപ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അവബോധം, അല്ലെങ്കിൽ ആ ബോധം എന്ന് പറയുന്നതാണ് നമ്മളുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അത് സാർ പറഞ്ഞല്ലോ, നേരത്തെയുള്ള എക്സ്പീരിയൻസുകൾ ബ്രെയിനിലുള്ള ഡേറ്റയിൽ കൂടി നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്കത് കോൺഷ്യസ് ആകാൻ കഴിയുന്നതെന്ന് അല്ലേ സാറേ? ഇല്ലില്ല, ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അല്ലെങ്കിൽ റോ ഡേറ്റ എന്ന് പറയുന്നത് അതിന് കുറെ കൂടി മീനിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കളർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അതൊരു ജീവൽ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത്, അതെല്ലാം കോൺഷ്യസ്നെസ് ആണ്. മനസ്സിലായത്? എനിക്ക് വെറുതെ ഒരു കാര്യം 2018 മഴയെ കുറിച്ച് ഓർക്കാം. ഒരു ബ്രെയിനിൽ നിന്നല്ല നമുക്ക് കിട്ടുന്ന ഒരു ഓർമ്മയാണ്. പക്ഷെ അതിൽ നിന്ന് അതിന്റെ ഒന്നുകിൽ അത് സംഭവിച്ചതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അതിനെ ചുറ്റിപ്പറ്റിയുള്ള വികാരങ്ങള്, ഭയങ്ങള്, ചിലപ്പോൾ സന്തോഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആകാം. അപ്പം ഒരു അനുഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം അത് ആണ് നമ്മളുടെ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് റോ ഡേറ്റയെ അതിനാൽ തന്നെ വലിയ അർത്ഥമില്ല, ഒരു മെമ്മറി മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഒരു കാര്യം കേൾക്കുന്നു, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഭാവനകളാകാം, അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലത്തെ ചില സന്തോഷത്തിൻ്റെതായിട്ടുള്ള ആ മുഹൂർത്തങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ വീണ്ടും സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു അനുഭവം നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. അതെല്ലാം നമ്മളുടെ കോൺഷ്യസ്നെസിന്റെ ഒരു ഭാഗമാണ്. സാറേ, ഈ 2018 കാലത്ത് നമ്മൾ ആ അതിനെക്കുറിച്ച് നമ്മൾ അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു സാധാരണ ഒരു മെമ്മറി തലത്തിൽ, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണെങ്കിൽ റിയലി അത് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തും എന്ന് പറയാൻ പാടില്ലേ? അത് എക്സ്പീരിയൻസ് ചെയ്ത അങ്ങനെ പറയാം. യെസ്, യാ. അപ്പൊ അതിന്റെ ഓരോ തലങ്ങളെയും മൈൻഡ്ഫുള്ളായി കൂടുതൽ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ കോൺഷ്യസ് ആകാൻ പറ്റും. കോൺഷ്യസ് ആകാൻ പറ്റും, പക്ഷെ അത് മൈൻഡ്ഫുൾ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ അവയർനെസ് നമുക്ക് പറയാം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് എളുപ്പമാണ്. അപ്പൊ കൂടുതൽ മൈൻഡ്ഫുൾ ആകുന്നതോടും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തും. അതുപോലെ തന്നെ 2018-ലെയും 2025-ലെയും മഴയെക്കുറിച്ച് ഒരു താരതമ്യം ചെയ്യാനും പറ്റുമായിരിക്കും ആ കോൺഷ്യസ്നെസ്, അല്ലേ സാർ? യെസ്, തീർച്ചയായിട്ടും. അത് അതിലൂടെ കടന്നുപോയവർക്ക് വളരെ പെട്ടെന്ന് കൂടുതൽ ഡീറ്റെയിലിങ്ങിനോട് കൂടി പറയാൻ പറ്റും, അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിനെ വളരെ മൈൻഡ്ഫുൾ ആയി കഴിക്കുകയും സാധാരണ വെട്ടി വിഴുങ്ങുകയും ചെയ്യുന്ന വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഉണ്ട്. നമുക്കായിട്ട് മാത്രം ഒരു ആപ്പിൾ കിട്ടുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് കഴിക്കും. എല്ലാവർക്കും കൂടി ഒരു പ്ലേറ്റിലാണ് ഇടുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് കഴിക്കാൻ നോക്കും. അത് തന്നെയാണ് പ്രാക്ടീസാണ്. അത് നമ്മളുടെ മനസ്സിനെ ഒരുക്കിയെടുക്കേണ്ട ഒരു പ്രാക്ടീസാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് അവിടെ ഒരു കോൺഷ്യസ് ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു ഇത് കൂടിയാണ്. അതായത് ഒരു പാത്രത്തിൽ ഒരു ആപ്പിൾ ചെത്തി വെച്ചാൽ നമ്മൾ ചാടിയെടുക്കും കൂടി ഉള്ളതാണ് എന്നുള്ള ആ ഒരു ഓർമ്മ വേണം. കോൺഷ്യസ് ആയിരിക്കണം, അല്ലേ സാറേ? കോൺഷ്യസ് ഗ്രീഡി എന്ന് പറയാം, അല്ലേ? കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബിഹേവിയർ, സാമൂഹ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള കോൺഷ്യസ് ആൻഡ് സോഷ്യൽ ബിഹേവിയറിന്റെ ഒരു ഭാഗമാണ്. അതെ, അത് നമ്മള് അല്ലാതെ സാധാരണ പറയാറുണ്ട് മാനേഴ്സ് കീപ്പ് ചെയ്യുക എന്ന് പറയും, അല്ലേ സാറേ? ഒരു പിന്നുണ്ടല്ലോ സാറേ, പെയിനിനെ കുറിച്ച് അവയർ ആയാലും വേദന കുറയ്ക്കാൻ കഴിയുമെന്ന് പറഞ്ഞു സാറ്. പെയിനിനെ കുറിച്ച് അവയർ ആകുകയാണെങ്കിൽ നമുക്ക് വേദന കുറയ്ക്കാൻ കഴിയും. പെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള അവബോധം എന്ന് പറയുന്നത്. അതിനെ ഒബ്ജക്റ്റീവായിട്ട് കാണുന്നത്, അതിനെ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം പെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്.
അത് നമ്മൾ കുറെ കൂടി കോൺഷ്യസ് ആകുമ്പോൾ, മൈൻഡ്ഫുള്ളി കോൺഷ്യസ് ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേദനയെ കുറയ്ക്കും. കാരണം നമുക്കത് ഒന്ന് വേദനയുണ്ട്, അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ ഭയം, ആങ്സൈറ്റി ഇതുപോലെയുള്ള ഇതെങ്ങനെയുള്ളത് നിലനിർത്തുമ്പോൾ ആ പെയിൻ കൂടുകയുള്ളൂ. അതേസമയം നമ്മൾ അവിടെ അക്സെപ്റ്റൻസ് ഇല്ല. ഓക്കെ, അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുക, അതെല്ലാം മൈൻഡ്ഫുൾനെസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എനിക്ക് വേദനയുണ്ട് എന്നുള്ളത്, ഓക്കെ, അതുപോലെ അതേക്കുറിച്ചൊരു വല്ലാത്തൊരു ഫാന്റസി അല്ലെങ്കിൽ ഒരു ഭയം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഇതെല്ലാം പെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഇതുണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ സർ. പിന്നെ വേറൊന്നുള്ളത്, സെക്യുലറിസത്തിനെ കുറിച്ച് സാർ പറഞ്ഞല്ലോ. സെക്യുലറിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ അത് കോൺഷ്യസ് ആയി പെരുമാറുകയാണെങ്കിൽ നമുക്ക് എല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളെയും നേരെ ഒരുപോലെ കാണാൻ കഴിയും എന്ന് സാർ പറഞ്ഞു അല്ലേ? ഞാനതൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, സെക്യുലറിസത്തെ കുറിച്ച് അല്ലായിരുന്നു. ഞാൻ ഒരു ജസ്റ്റ് ആൻ എക്സാമ്പിൾ, ഇറ്റ്സ് ഓൺലി. കാരണം നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കും. സെക്യുലറിസത്തെ കുറിച്ചോ അല്ലെങ്കിൽ റിലീജിയസ് ടോളറൻസിനെ കുറിച്ചോ ഇങ്ങനെയൊക്കെയുള്ള അത് ഒരു ജസ്റ്റ് ഒരു വാക്ക് അല്ലെങ്കിൽ അതൊരു എക്സാമ്പിൾ മാത്രമേ. അതൊരു എക്സാമ്പിൾ ആയിട്ട് സാർ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് എല്ലാ ഫാമിലിയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആ കോൺഷ്യസിലേക്ക് വന്നത് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. മനഃപൂർവ്വം അല്ല കോൺഷ്യസ് ആകാത്തത്. അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? മനഃപൂർവ്വം അല്ല കോൺഷ്യസ് ആകാത്തത്, കോൺഷ്യസ് ആകുന്നില്ല. മനഃപൂർവ്വമല്ല കോൺഷ്യസ് ആകാത്തെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അത് ട്രെയിൻഡ് അല്ല, നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മൾ ജീവിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോ തൊട്ടേ അങ്ങനെ ആ രീതിയിലാണ് നമ്മളെല്ലാവരും ആ രീതിയിലല്ലേ പോകുന്നത്, ഓട്ടോ പൈലറ്റ് മോഡിലല്ലേ നമ്മൾ പോകുന്നത്. അത് ഇറ്റ്സ് ദാറ്റ് വി ഹാവ് ലേൺഡ്, ദാറ്റ് വി ഹാവ് ടു അൺലേൺ ബൈ പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കോൺഷ്യസ് ആകാൻ പറ്റും. തീർച്ചയായിട്ടും കോൺഷ്യസ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ അഡൾട്ട് നേച്ചറിലേക്ക് വരും. ഓക്കെ, അത് ടിഎയുടെ ഭാഗമാണ്. ഓക്കെ, റോയ് സാർ ഒന്ന് പറയും. ഷീല മാം റെഡി ആയിക്കോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്കും റോയ് സാർ ഒന്ന് പറയും. ആയിക്കോട്ടെ. റോയ് സാർ അൺമ്യൂട്ട് ചെയ്യും. ഉപബോധ മനസ്സിൽ നിന്നും പൂർണ്ണമായും കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മൈൻഡ്ഫുൾനെസ്സിലൂടെ സാധിക്കും എന്നതാണ് സാറ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയതും അത് തന്നെയാണല്ലോ നമ്മുടെ മെഡിറ്റേഷനകത്തും വരുന്ന കാര്യം. അത് തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് മഴയുടെ കാര്യം പറഞ്ഞതാണ്, ഭയങ്കരമായി ഇടിവെട്ടി മഴ പെയ്യുന്നു, മഴ വന്ന് ഇടിവെട്ടിക്കഴിഞ്ഞാൽ മേത്ത് മുട്ടും, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്താൻ പറ്റും. അപ്പം നമ്മുടെ ആ ഭയം, സിറ്റുവേഷനിലുള്ള ഭയം ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഇടിവെട്ടും അകത്ത് കയറി ഇരിക്കുന്നൊക്കെ പറയും ഇത്, പക്ഷേ ആ ഒരു പേടി കൊണ്ടാണ് പറയുന്നത് ഈ നമ്മളെ ഇടി വെട്ടിയിലോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ എന്താണ് ഇടിയെന്ന്, ഇടിവെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന സാറ് പറഞ്ഞ പോലെ തന്നെ ഓട്ടോ പൈലറ്റ് മോഡിൽ ഉണ്ടാകുന്നതായ നമ്മുടെ ആ ഒരു അവസ്ഥയെ നമുക്കൊന്ന് നിയന്ത്രിച്ചെടുക്കാൻ ഈ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ മൈൻഡ്ഫുൾനെസ്സിന് പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഒന്ന്. രണ്ട്, ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പെട്ടെന്നുള്ള വികാരങ്ങളെ വരുമ്പോൾ നമ്മൾ ഉടനെ പ്രതികരിക്കുക. പക്ഷെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പെട്ടെന്നുള്ള എമോഷണൽ കൺട്രോള് നമ്മൾ കിട്ടും. അതൊരു പ്രധാന ഇതാണ്. അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾക്ക് കുറെ കൂടി കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനും മറ്റതിനും ഒക്കെ ഉള്ള ഒരു ഇത് വരും. മറ്റേ നമ്മൾ എമോഷണലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് കുറേ കാര്യങ്ങൾ ചെയ്തു പോവുകയും. അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന നമ്മുടെ ആ അവസ്ഥ പെട്ടെന്ന് നോർമൽ റെസിലിയൻസിലേക്ക്, പഴയ സ്റ്റേജിലേക്ക് വരുത്താൻ ഈ മൈൻഡ്ഫുൾനെസ്സിന് പറ്റും എന്ന് ഒക്കെ സാർ പറഞ്ഞ പല കാര്യങ്ങളും ഈ അനുഭവത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് യൂക്കാൻ പറ്റും. സാർ ഇപ്പോൾ ഈ ഒരു ക്ലാസ് ആയതുകൊണ്ടല്ല, എല്ലാ ക്ലാസ്സുകളിൽ കൂടെ വരുമ്പോഴും ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ കുറേ കൂടി അതങ്ങ് ലഘൂകരിച്ച് നമുക്കൊരു ഇത് വരാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നു.
അപ്പോൾ വർത്തമാന കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില എമോഷണൽ പ്രോബ്ലംസും ഒക്കെ പാസ്റ്റ് എക്സ്പീരിയൻസും മറ്റതും ഒക്കെ ആയിരിക്കും. അതൊക്കെ കണ്ടുകൊണ്ടാണല്ലോ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ലഘൂകരിക്കാനും ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ളതായ ഒരിത് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ ഈ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും ഓരോ ഇത് വരുമ്പോഴും ഞാനത് കൂടുതൽ മനസ്സിലാക്കുന്നുവെങ്കിലും ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുറേ കൂടി ദൃഢപ്പെടുത്തുന്നതിനും അതിനെ ഒന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസ്ഥകൾ കൂടി നമുക്ക് ഉണ്ടാവുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഷില മാം, കോൺഷ്യസ് മൈൻഡ്ഫുൾനെസ്സോടുകൂടി ആ വെള്ളം ഒരിക്കൽ കൂടെ കുടിക്കാവോ? അപ്പൊ ഇതെല്ലാം അതിനകത്ത് വരും അല്ലെ? അതിന്റെ രുചി അറിയണം. ഓരോ ഓരോ സാറേ എൻ്റെ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്, കോൺഷ്യസ് ഈറ്റിംഗ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞ്. ഞാനത് ഇട്ട് തരാം. മൈൻഡ്ഫുൾ വാക്കിംഗ് ഉണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ക്ലാസ്സുകളിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കുന്നില്ല. സാറേ, മൈൻഡ്ഫുൾ വാക്കിങ്ങിനെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈൻഡ്ഫുൾ വാക്കിംഗ് നടത്തിയപ്പോൾ അടുത്ത വീട്ടുകാർ എന്താ കളഞ്ഞു പോയതെന്ന് ഒന്ന് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അപ്പൊ അത് മൈൻഡ്ഫുൾ അല്ല അല്ലേ? അല്ല അല്ല സാറേ, ഞാൻ വളരെ ശ്രദ്ധിച്ച് കാലുകൾ മണ്ണിൽ പതിയുന്നത് ഓരോ പോയിന്റ് ഞാൻ വളരെ ശ്രദ്ധിച്ച് നടക്കുകയായിരുന്നു. റോയ് സാറിന് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ നടക്കുന്ന കണ്ടോണ്ടപ്പോ ടീച്ചറെ എന്തെങ്കിലും കളഞ്ഞു പോയോ എന്നുള്ള രീതിയിൽ അവര് സഹായിക്കണോന്നൊരു ചോദ്യവും കൂടെ ചോദിച്ചു. അവരും കൂടെ നോക്കാൻ തുടങ്ങി സാറേ. അപ്പൊ ഓരോ കാലെടുത്ത് വയ്ക്കുമ്പോഴ കാലയിലേക്ക് നോക്കി ഉരിഞ്ഞു നോക്കി, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയല്ലോ. മനസ്സിലല്ലേ ഇത് വരേണ്ടത്, അതിന് പകരം ഫിസിക്കലായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നോക്കാൻ തുടങ്ങി. ഇതാണ് ഈ തിയറി വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നത്. അല്ല സാറേ, എനിക്ക് സംഭവിച്ച കാര്യമാ. ഞാനൊരിക്കൽ CBTയുടെ ഒരു കോഴ്സിന് പോയപ്പോ അത് അനുഭവിച്ചിട്ട് വരാനാ സാറ് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തതാ. അപ്പൊ ഇങ്ങനെയായിരുന്നു പ്രാക്ടീസ്. ഇതിന്റെ ഫലം സാറ് ആന്റണി സാറ് ചിരിക്കുക. സാറേ, അതുപോലെ തന്നെ നോൺ ജഡ്ജ്മെന്റൽ ആകണമെന്ന് സാറ് പറഞ്ഞല്ലോ. നോൺ ജഡ്ജ്മെന്റൽ. അപ്പൊ നമ്മള് നിരീക്ഷകയെ പോലെ കാണാൻ മാത്രം പഠിക്കുക എന്ന് പറയുമ്പോ ആവശ്യമുള്ളത് നമ്മൾ എടുക്കുകയും വേണം അതിൽ നിന്ന്, അല്ലേ സാറേ? നമുക്ക് ആവശ്യമില്ലാത്തവയെ തള്ളുക. തീർച്ചയായിട്ടും. അത് നമ്മളുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാമാന്യ ബുദ്ധിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ നിരീക്ഷകരെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ ഉള്ളത് അതല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റുള്ളതല്ല. നമ്മള് എപ്പോഴാണ് നമുക്ക് ജഡ്ജിമെന്റൽ ആകുന്നതും നോൺ ജഡ്ജിമെന്റൽ ആകുന്നതും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മള് പലപ്പോഴും നമുക്ക് നമ്മളുടെ സാമാന്യ ബുദ്ധിയിൽ നമുക്കത് എന്താണ്, ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് നോൺ ജഡ്ജിമെന്റൽ അല്ല ജഡ്ജിമെന്റൽ ആകേണ്ട കാര്യമില്ല. ഇപ്പോ നിങ്ങൾ ഒരു ന്യൂസ് കാണുന്നു, നിങ്ങൾക്ക് ജഡ്ജിമെന്റൽ ആയിട്ടും കാണാം, നോൺ ജഡ്ജിമെന്റൽ ആയിട്ടും കാണാം. നിങ്ങളിപ്പോ ന്യൂസ് കണ്ടതിന് ശേഷം ഇപ്പം നിങ്ങൾ എന്താണ് നമ്മുടെ കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണ്, അവിടെയും നിങ്ങൾക്ക് ജഡ്ജ്മെന്റൽ ആകും. നാളെ ഭയങ്കര മഴയാണ്, എനിക്ക് എവിടെയെങ്കിലും പോകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മഴ കാലാവസ്ഥയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ അനുഭവങ്ങളെ മറ്റ് സംഭവങ്ങളെ ഒന്നും നമുക്ക് അധികം നിയന്ത്രിക്കാൻ പറ്റിയല്ല. അപ്പൊ എവിടെയാണ് എന്താണ് എന്നുള്ളതിന് കൃത്യമായിട്ട് അതൊക്കെ മനുഷ്യർക്ക് അത് സാധിക്കും ഞാൻ പറഞ്ഞ. പക്ഷെ ഈ ഒരു ഇത് നമ്മള് ജഡ്ജ്മെന്റൽ ആകുന്നത് നമ്മൾ പഠിച്ചെടുത്തതാണ്. അത് നമ്മൾ ഒഴിവാക്കി കുറേശ്ശെ കൊണ്ടുവരിക. ഇനി മൈൻഡ്ഫുൾ വാക്കിങ് നടത്തിയ സ്ഥലം മാറിപ്പോയി എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. വീടിന്റെ മുൻപിലല്ല, വീടിന്റെ പുറകിൽ പോയി ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് ചുറ്റുപാടുള്ളവർക്ക് എന്ത് ശ്രദ്ധയാന്ന് നോക്കി അല്ലെ? ചുറ്റുപാടുള്ളവർക്ക് എന്ത് ശ്രദ്ധയാണ്. അല്ല സാറേ, ഞങ്ങൾ വീട് മിക്കവാറും ലോക്ക് ചെയ്യാറില്ല, വലിച്ചടച്ചിട്ട് പോകാറാ പതിവ്. എവിടെയെങ്കിലും പോകുമ്പോഴേ
കാരണം തൊട്ടടുത്തുള്ളവരെല്ലാം അതേപോലെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ അവിടെ ഗ്രാമപ്രദേശമല്ലേ. ആ സ്ഥലം മൈൻഡ്ഫുൾ വാക്കിങ്ങിന് പറ്റുന്ന സ്ഥലമല്ല. അല്ല, കുഴപ്പമില്ല സാറേ, വളരെ നല്ല ആളുകളാ. ഓക്കെ. സോ ഓക്കെ, ആന്റണി സാർ, താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ താങ്ക് യു Thank you, സാർ. sir. ഞങ്ങള് ചെറിയ മഴക്കെടുതിയിലൊക്കെയാണ് എങ്കിലും ഒന്ന് ഒരു ചെറിയ ചോദിച്ചോട്ടെ, പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി തരിക. നമ്മള് സാധാരണ നടക്കുന്ന നടപ്പും മൈൻഡ്ഫുൾ ആയിട്ടുള്ള വാക്കും കൂടെ വന്നപ്പോൾ നമുക്കൊരു ഫീലിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നാണ് തോന്നിയില്ലേ? ആ ആ അതെ അതെ അതെ. അതെ. അപ്പൊ കുറച്ചുകൂടെ സാറിന്റെ നേരത്തെ മൈൻഡ്ഫുൾ വാക്ക് നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ നടക്കേണ്ടത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ അതെ അതാണ് അതെ നമ്മള് അതെ അതെ ഓക്കെ. അതെ. ഈ എക്സ്പീരിയൻസ് നമുക്ക് മാത്രം കിട്ടുന്നത് അതിന്റെ വേറെ പ്രത്യേകത. ആർക്കും കിട്ടിയല്ല. അതെന്താണെന്ന് സാറേ, അത് മുൻപ് പറയാറുണ്ട്, ഭൂമിയെ നമ്മൾ അധികം ഉപദ്രവിക്കാതെ നടക്കണമെന്നൊക്കെ അറിവുള്ളവർ പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എങ്ങനെ പെട്ടെന്ന് കടന്നു പോവുക, കൂടുതൽ ഉപദ്രവിക്കാതെ. പക്ഷെ മൈൻഡ്ഫുൾ വാക്കിംഗ് വന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഓരോ പ്രതലത്തിലും അനുഭവപ്പെടുന്ന ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് അറിയാൻ ഇല്ല, പറ്റും. നമ്മളുടെ ഹൃദയമൊക്കെ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ സ്വഭാവം കൊണ്ട് അതൊക്കെ ഭയങ്കര ചടുപിടാന്ന് വർക്ക് ചെയ്ത് പോകുന്നു എന്ന് പറയുന്ന പോലെ അത് നമ്മളങ്ങനെയാ ഒരു റോയ് സാറിനെ കുറിച്ചാ കോമ്പറ്റേറ്റീവ് അത് സ്പിരിറ്റിലാണ്. റോയ് സാറിനെ കുറിച്ചാ പറഞ്ഞത് കേട്ടോ സാറേ. ഇല്ല, റോയ് സാറൊക്കെ വളരെ ശാന്തമായിട്ട് നിൽക്കുന്നതാണ്. നമ്മളിവിടെ വരുന്ന ആരും അങ്ങനെ ഒരു ബഹളമോ ഒന്നുമില്ല. എല്ലാവരും ശാന്തമായിട്ട് നിൽക്കുന്നത്. അല്ലെ, ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അങ്ങനെയല്ലേ. സാറേ, അതെ സാറേ. മൈൻഡ്ഫുൾനെസ് നമ്മൾ മനസ്സിലാക്കി വന്നപ്പോഴുണ്ടല്ലോ, ഇപ്പൊ സാർ അതെ പറയുന്ന അതെ ഓരോ കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പെട്ടെന്ന്. അതാണ് പറ്റും പറ്റും. മറ്റേ അങ്ങനെയല്ല, ഇത് എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ നമ്മുടെ ആ പ്രാക്ടീസും ഒക്കെ വരുമ്പോഴത്തേക്കും സാറ് പറയുന്നതും എല്ലാം അതുപോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. വളരെ വളരെ യൂസ്ഫുൾ ആണ് സാറേ. ഇപ്പൊ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും സാർ പറഞ്ഞതുപോലെ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ടെൻഷനും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതങ്ങനെ നടക്കും. ആന്റണി സാറിനെ ശ്രദ്ധിച്ച സാർ പറഞ്ഞ നാച്ചുറലിസ്റ്റിക് എന്നാ പറയുന്നത് സാർ, അല്ലേ? നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണമെന്നാ. നമ്മൾ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നേച്ചറിന്റെ ഋതത്തിലെത്തും. നമ്മൾ അതെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ആ ഋതത്തിലേക്ക് നമ്മൾ എത്തും. എൻജോയ് അതാണ് ചെയ്യാൻ പറ്റും. മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രത്യേകത. അത് പ്രകൃതിയുടെ ചലനത്തിന്റെ താളമാണത്. നമ്മൾ അതെ. വളരെ ഫാസ്റ്റാണ്. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്, നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ നമുക്ക് അതിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. ഈ മഴ എന്ന് സാറിന്റെ പറയുമ്പോൾ തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുക. ആ മഴയെ വെള്ളം വീഴുന്നതും ഒക്കെ നമ്മൾ മൈൻഡ്ഫുൾ ആകുമ്പോൾ ഓക്കെ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു പറ്റും പറ്റും. മഴയിലൊരു പിന്നെ സംഗീതമുണ്ട്. അതെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സാറേ, ഇത് പിന്നെ മഴയുടെ ശക്തി സംഗീതം കൂടിപ്പോയി നമ്മുടെ ലിഫ്റ്റിന്റെ ആ ഭാഗത്ത് മുഴുവൻ വെള്ളം കയറി. ഇപ്പോൾ ലിഫ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ 5 നില നടന്നാലേ മുകളിൽ കയറുള്ളൂ. അപ്പൊ അല്ല ഋതം മാറിപ്പോയി. എന്തായാലും മഴ മഴയെക്കുറിച്ച് ഒരു നല്ല അനുഭവം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ ആന്റണി സാറിന്റെ ഒരു പ്രത്യേകത, സാറ് ക്ലാസ് ഓരോന്നും ഇങ്ങനെ ഓരോരോ ചെറിയൊരു അംശമായിട്ട് ഓരോന്നും എടുത്തെടുത്താണ് നമുക്കിപ്പോ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, മൈൻഡ്ഫുൾനെസ്, ഇങ്ങനെ ഓരോന്നും പോകുമ്പോഴാ എല്ലാത്തിലൂടെയും നമ്മൾ ടച്ച് ചെയ്ത് പോകുമ്പോ സാറേ ഭയങ്കര ഒരു കാംനെസ് അനുഭവപ്പെടുന്നുണ്ട്. സാറിന്റെ സാറ് മുഖവും മൈൻഡ്ഫുൾനെസ് എപ്പോഴും എൻജോയ് അങ്ങനെയാണ്. ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയും അതുവഴി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതെ, സാറിന്റെ ഈ ഇരിപ്പ് കാണുമ്പോ തന്നെ അറിയാം ഒന്നും നമ്മൾ വറി ചെയ്യണ്ടാന്ന്. താങ്ക് യു സർ. അപ്പോൾ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. Okay, ആന്റണി thank സാർ, you. താങ്ക് യു. And have a താങ്ക് യു nice സർ. evening and good night to you all. Okay, Yes. bye. See you. താങ്ക് യു. See you. Bye.